കോൺഗ്രസിന് നല്ല അങ്കലാപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്ന ലിസ്റ്റാണ്. കാരണം വടകരയിൽ നിന്ന് മുരളീധരനെ പറിച്ച് തൃശ്ശൂരിലേക്ക് ഇട്ടത് വെറുതെ പൊരുതാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. പത്മജ പോയതുണ്ടാക്കുന്ന ഡാമേജ് അതിനുള്ളൊരു മറുമരുന്നാണ് തൃശ്ശൂരിലേക്കുള്ള കെ മുരളീധരൻ്റെ വരവ്. ടി എൻ പ്രതാപൻ നിന്നാൽ തൃശ്ശൂർ കിട്ടാൻ പോകുന്നില്ല. ഈസിയായി വി എസ് സുനിൽകുമാർ അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് തൃശ്ശൂർ എത്തിക്കഴിഞ്ഞു. പോരാട്ടം സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ്. അപ്പോൾ അവിടേക്കൊരു നല്ല മത്സരം കാഴ്ചവെക്കണമെങ്കിൽ കെ മുരളീധരനെയെങ്കിലും ഇറക്കി നോക്കണം. അല്ലെങ്കിൽ പത്മജ അവിടെ ഒരു ഡാമേജ് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് തൃശ്ശൂർ എന്ന് പറയുന്ന ലീഡറുടെ തട്ടകത്തിൽ അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാകുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നും അറിയാം. മാത്രമല്ല ഇപ്പോൾ സി രഘുനാഥ് ആകട്ടെ, അനിൽ ആന്റണി ആകട്ടെ, പത്മജ വേണുഗോപാൽ ആകട്ടെ, ഇതിൽ രണ്ടുപേർ, സി രഘുനാഥിനെ നമുക്ക് മാറ്റി നിർത്താം, മറ്റ് രണ്ടുപേരും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ കേരള രാഷ്ട്രീയത്തെ ഉൾക്കൈയിൽ കൈവെള്ളയിൽ കൊണ്ടു നടന്ന രണ്ടുപേരാണ്. എ കെ ആന്റണി ആയാലും കെ കരുണാകരൻ ആയാലും. അതിൽ എ കെ ആന്റണി ഇന്നും കോൺഗ്രസിന്റെ സമാരാധ്യനായ നേതാവായി നിൽക്കുന്നു. അപ്പോൾ ആ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും പത്മജ വേണുഗോപാൽ എന്ന ലീഡറുടെ മകളും, ഈ രണ്ടുപേരെയും മുൻനിർത്തിക്കൊണ്ട് രണ്ട് ഫിഗേഴ്സ് മുന്നിൽ നിർത്തുകയാണ്. ആ രണ്ട് ഫിഗേഴ്സ് മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി പറയുന്നത് എന്താണ്? ബി ജെ പിക്ക് നേരെയുള്ള ആ അൺടച്ചബിലിറ്റി അത് മാറി വരുന്നു കേരളത്തിൽ. അതിനുള്ള കൃത്യമായ റെഫറൻസായി ഉയർത്തിക്കാട്ടുന്ന രണ്ട് പേരുകളാണ്. ബി ജെ പിക്ക് അത്രയും മതി. അനിൽ ആന്റണി, പത്മജ വേണുഗോപാൽ, ഈ രണ്ട് നേതാക്കളുടെ മക്കൾ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി വെച്ച് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ബി ജെ പിക്ക് നേരെയുള്ള ആ തൊട്ടുകൂടായ്മ മാറി തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ. ത്രിപുര പോലെ, ബംഗാൾ പോലെ ഇവിടെയും അധികാരത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരിടമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനായാണ് ആ പേരുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുരളീധരനെ ഇറക്കി തൃശ്ശൂർ ഇപ്പോൾ കയ്യിലുണ്ട്. അത് കയ്യിൽ നിന്ന് പോകാതെ നോക്കണം. പിന്നെ പത്മജ ഉണ്ടാക്കുന്ന പ്രസ്താവന പരിക്കുകളുണ്ട്. പ്രസ്താവന പരിക്കുകൾക്ക് കൃത്യമായ മറുപടി പറയണമെങ്കിൽ മുരളീധരൻ തൃശ്ശൂരിൽ തന്നെ വേണം. കാരണം സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനായിരിക്കും കൂടുതലായും പത്മജയെ ബി ജെ പി ഉപയോഗിക്കാൻ പോവുക. അപ്പോൾ അതിന് തടയിടണമെങ്കിൽ കൃത്യമായി തൃശ്ശൂരിൽ പ്രതാപൻ നിന്നിട്ട് കാര്യമില്ല, അവിടെ മുരളീധരൻ തന്നെ വേണം. പിന്നെ വടകരയിൽ കെ കെ ശൈലജ എന്ന് പറയുന്നത് ശക്തയായ മത്സരാർത്ഥിയാണ്. വടകരയിൽ കെ കെ ശൈലജ ജയത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ കെ മുരളീധരൻ അല്ലെങ്കിൽ ശക്തനായ ഒരു എതിരാളിയായി ആരെ നിർത്തും? കോൺഗ്രസിൽ അങ്ങനെ ഏത് നേതാവാണ് ഉള്ളത്? ഷാഫി പറമ്പിൽ ഒരു യുവ നേതാവ് എന്ന നിലയിൽ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ നിയമസഭയിലൊക്കെ വളരെ നല്ല പ്രസംഗങ്ങളൊക്കെ കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ കെ മുരളീധരന് ഒപ്പം നിൽക്കുന്ന ഒരു ശേഷി കെ കെ ശൈലജയെ നേരിടാൻ ഷാഫി പറമ്പിലിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ കെ സി വേണുഗോപാൽ പറഞ്ഞ സാമുദായിക സന്തുലനം തന്നെയാണ് വടകരയിലേക്ക് ഷാഫിയെ കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് പാലക്കാട് MLA ആയ ഷാഫി പറമ്പിലിനെ ഷാഫിക്ക് താല്പര്യമില്ലെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് വടകരയിലേക്ക് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഷാഫിക്ക് നറുക്കു വീണതെന്നാണ് ഞാൻ കരുതുന്നത്. കെ മുരളീധരൻ ഒരു രക്ഷാദൗത്യം ഏറ്റെടുത്തു, ഒരു രക്ഷകനാണ്, അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. ഇതൊരു ഡാമേജ് കൺട്രോൾ മെക്കാനിസം മാത്രമാണ്. വടകരയിൽ കെ മുരളീധരൻ്റെ പരീക്ഷണം, മുല്ലപ്പള്ളിക്ക് തുടർച്ചയായി കെ മുരളീധരനും ആ പരീക്ഷണത്തിൽ വിജയിച്ചു. പക്ഷേ ഷാഫി വിജയിക്കുമോ എന്നുള്ളത് അയ്യപ്പനും കോശി സിനിമയിലെ പോലെ കണ്ടറിയണം കോശി. ഷാഫി പറമ്പിൽ അത്ര വലിയൊരു മത്സരം കെ കെ ശൈലജയോട് കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളതിന് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ ഇതിനകം തന്നെ ഈ പത്മജ വേണുഗോപാൽ പോയതിനെക്കുറിച്ച് വടകരയിൽ ഇടത് കേന്ദ്രങ്ങൾ കൃത്യമായ ക്യാമ്പയിൻ, ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ വളരെ സ്ട്രോങ് ആണ് വടകരയിൽ. അവിടെ പെങ്ങൾ പോയി സെറ്റായാൽ പിന്നാലെ ആങ്ങളെയും വരും. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ വടകരയിലെ ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ വടകരയുടെ മുക്കും മൂലയും ഒക്കെ ചെന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ വടകരയിലെ ഇടത് കേന്ദ്രങ്ങൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഷാഫി പറമ്പിൽ ചെല്ലുന്നത്. ഇതിനകം തന്നെ കെ മുരളീധരൻ അവിടെ അതൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടതിൻ്റെ പുലിമട എന്ന് പറഞ്ഞിരുന്ന വടകരയിൽ സതീദേവിയെ അട്ടിമറിച്ച് മുല്ലപ്പള്ളി തുടക്കമിടുന്നു. അതിനുശേഷം മുരളീധരനിലൂടെ 2019 തുടർച്ച കിട്ടുന്നു. അതിനൊരു തുടർച്ച ഷാഫി നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ പണിപ്പാട് പോരാ വടകരയിൽ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പി ജയരാജനെ തകർത്തെറിഞ്ഞ മുരളീധരന് അനുകൂലമായി മറ്റ് ചില ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഇക്കുറി അവിടെയില്ല. മാത്രമല്ല TP വധക്കേസിൻ്റെ ഇഫക്റ്റും ശൈലജ നിൽക്കുമ്പോൾ എത്ര കണ്ട് അവിടെ യേശും എന്നുള്ളതും കണ്ടറിയണം. ഇപ്പോൾ ഈ അവിടുത്തെ മലയോര ഗ്രാമങ്ങൾ, കർഷക സമരങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടുള്ള മലയോര ഗ്രാമങ്ങൾ പഴയ ഇടത് സ്വഭാവം തന്നെ ഇക്കുറി കാണിക്കാനുള്ള സാധ്യത വടകരയിൽ ഞാൻ കാണുന്നുണ്ട്. അതാണ് വടകരയുടെ ഒരു സ്ഥിതി. അപ്പോൾ 2020 എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കാനാണ് ഇത്തവണ സാധ്യത. പിന്നെ ഈ മട്ടന്നൂരിലെ കെ കെ ശൈലജയുടെ ഭൂരിപക്ഷമൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ്. 60,963 വോട്ട് മട്ടന്നൂർ ഉൾപ്പെടുന്ന വടകരയിൽ കെ കെ ശൈലജയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ തന്നെ കിടക്കുകയാണ്. ബാക്കിയിട മണ്ഡലം വരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ കെ കെ ശൈലജ മട്ടന്നൂരിൽ കൈവരിച്ച ആ ഒരു പോരാട്ടം അത് അവർക്ക് ഇവിടെ ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും സംശയമില്ല. പിന്നെ പറഞ്ഞ മുസ്ലിം വോട്ടുകൾ, വടകരയിലെ മുസ്ലിം വോട്ടുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് പോക്കറ്റിലേക്ക് പോകുമെന്നുള്ളതാണ്. കെ മുരളീധരൻ ആണെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളതും ഷാഫി പറമ്പിൽ നിൽക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ളതും രണ്ട് സ്പ്ലിറ്റാണ്. അപ്പോൾ 4 മണ്ഡലങ്ങൾ, 4 നിയമസഭാ മണ്ഡലങ്ങൾ, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, വടകര, ഈ 4 നിയമസഭാ മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ടുകൾ
അതെങ്ങനെ കൃത്യമായി പൂൾ ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വടകരയിലെ തെരഞ്ഞെടുപ്പ് വിജയം. അപ്പോൾ ലീഗിൽ നിന്ന് 2021 കുറ്റ്യാടി CPIM തിരിച്ചു പിടിച്ചതാണ്. പക്ഷേ ലീഗിന് കുറ്റ്യാടിയിലെ ശക്തിയൊന്നും ക്ഷയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷാഫിക്കൊപ്പം അത് കൃത്യമായി നിൽക്കുകയും കൂടുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്തയുടെ നിലപാട് അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഡിസിസീവ് ഫാക്ടറായി മാറാൻ പോകുന്നത്. അങ്ങനെയായിരിക്കും വടകരയുടെ ഒരു ഫിഗർ നിൽക്കുക. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ കെ മുരളീധരൻ വന്നതുകൊണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഇതിനകം തന്നെ വളരെയേറെ മുന്നിലേക്ക് പോയിരിക്കുന്നു പ്രചാരണത്തിൽ. കാരണം നേരത്തെ തന്നെ തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു. TN പ്രതാപനും കുറേ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും സ്നേഹക്കട തുറന്ന് വടയും ചായയും അങ്ങനെയൊക്കെ തുടങ്ങി. പ്രതാപൻ ശരിക്കും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞ ഒരാൾ 3.5 ലക്ഷത്തോളം പോസ്റ്ററുകൾ അടിച്ചിറക്കി വെച്ച് അതെല്ലാം നശിപ്പിക്കേണ്ടി വരുന്ന ആ നിരാശയൊന്നും പുറത്ത് കാണിക്കുന്നില്ല. കാരണം പ്രതാപന് താല്പര്യം മണലൂർ നിയമസഭാ സീറ്റും ഒരു മന്ത്രിസ്ഥാനവും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ചുമരെഴുതുന്ന ഒരു പ്രതാപനെ നമ്മൾ ഇന്ന് കണ്ടത് എന്ന് വേണം കരുതാൻ. എന്തായാലും അത് ആ പാർട്ടിയുടെ കാര്യമാണ്. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ കെ മുരളീധരൻ വന്നതുകൊണ്ട് എളുപ്പത്തിൽ അങ്ങ് ജയിച്ചു കയറുമെന്ന് തൃശ്ശൂരിലും ഞാൻ കരുതുന്നില്ല. പിന്നെ കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കെ സുധാകരൻ മത്സരിക്കുന്നു. കെ സുധാകരൻ മത്സരിച്ചാൽ കണ്ണൂർ ഉറപ്പാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം MV ജയരാജൻ പ്രചാരണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ലീഡ് എടുത്തിട്ടുണ്ട് കണ്ണൂരിൽ. മാത്രമല്ല കെ സുധാകരൻ ആ പഴയ ക്രൗഡ് പുള്ളർ ശേഷിയുണ്ട്. അതായത് ഇടതുകോട്ടകളിൽ ചെന്ന് കയറി വോട്ട് പെറുക്കിയെടുക്കുന്ന BJP വോട്ടുകളും കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു കെ സുധാകരനാണോ കണ്ണൂരിൽ ഇക്കുറി എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി കാത്തിരുന്നാലേ അത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും C രഘുനാഥ് കോൺഗ്രസ് വോട്ടുകൾ കുറച്ചെങ്കിലും പിടിക്കാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി കണ്ണൂരിൽ നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൂരും ഉറപ്പിച്ച് 20-1 ഉറപ്പ് കണ്ണൂരാണ് എന്നൊന്നും UDFന് പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും C രഘുനാഥ് കോൺഗ്രസിൻ്റെ ആ വോട്ട് ബാങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിള്ളൽ വീഴ്ത്തി കുറേ വോട്ടുകൾ സമാഹരിക്കുകയും BJPയുടെ വോട്ടുകൾ കൃത്യമായി C രഘുനാഥിന് തന്നെ പൂൾ ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ കെ സുധാകരന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനാണ് KC വേണുഗോപാലിൻ്റെ എതിരാളി. ശോഭാ സുരേന്ദ്രൻ കുറച്ചേറെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ KC വേണുഗോപാലിന് ആലപ്പുഴയിൽ കൃത്യമായ ഒരു അടിസ്ഥാന വോട്ടുകളുണ്ട്. ആ സമുദായ വോട്ടുകളൊക്കെ കൃത്യമായി KC വേണുഗോപാലിലേക്ക് വരികയാണെങ്കിൽ KCക്ക് ഈസിയാണ്. പക്ഷേ സുധാകരൻ അത്ര ഈസിയാണെന്ന് ഞാൻ കരുതുന്നില്ല. മുരളീധരനും അത്ര ഈസിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഷാഫിക്ക് നല്ല വെല്ലുവിളിയുമാണ് വടകരയിൽ. അപ്പോൾ ഈ മാറ്റങ്ങൾ അത് ഒരു പൊരുതുന്ന ലിസ്റ്റ്, പോരാട്ടം ലിസ്റ്റിലുണ്ട്. പക്ഷേ അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ആ പോരാട്ടം അപ്പുറത്ത് നിൽക്കുന്നവർ നല്ല പോരാളികളാണ്. ഇടതുപക്ഷത്തിൻ്റെതായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആയാലും. Meet the editors.